എന്തെങ്കിലും പറ്റിയോ? ദൈവാധീനം കൊണ്ടൊന്നും പറ്റില്ല. നമ്മുടെ വണ്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചേ. അത് തന്നെ ഞാനും പറഞ്ഞേ. ആഹാ, ഇവിടെ 12 വീടുണ്ട്. അതിലേറ്റവും നല്ല പോർഷനാണിത്. സ്ഥല സൗകര്യം കുറെ കൂടുതലാണ്. വരൂ വരൂ വരൂ, ഇങ്ങോട്ട് വരൂ വരൂ. ഇതാണ് ഹണിമൂൺ കോട്ടേജ്. ചേട്ടനത് ആവശ്യമില്ല. ഹണിമൂണിന് ഞങ്ങൾ അടുത്ത് വല്ലം വരാം. എന്നാലും വാടക ഇത്തിരി കൂടുതലല്ലേ എന്നെ? ചേട്ടാ ഇത് സീസണാണ്. അപ്പൊ ഇത് ഊട്ടിയല്ലേ? ഊട്ടി തന്നെ, ഊട്ടിയുടെ സീസണാ. എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വലിയ വിലക്കല്ലല്ലോ ഞാൻ ചോദിച്ചേ, വാടകയ്ക്കല്ലേ? പരാതി എന്തുണ്ടെങ്കിൽ 1 എഴുതി തന്നാ മതി, ഞാൻ മുതലാളിക്ക് എത്തിക്കാം. ആരാ എന്റെ മുതലാളി? രാമസ്വാമി നായക്. നായക? രാമസ്വാമി നായക്. എന്താ അയാൾ മിലിട്ടില്ല? അല്ല, രാമസ്വാമി നായകൻ. അങ്ങനെ ഇപ്പൊ ഹോളണ്ടില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇറങ്ങിയപ്പോ ചെയ്താൽ മതി. മോളെ ഞാൻ നമ്പർ നോട്ട്. നമ്പർ എത്ര? നമ്പറില്ല, ചേട്ടനല്ലേ വിളിച്ചാ മതി. വിളിച്ചിട്ടുണ്ടോ? വിളിക്കണ്ടാ? ഇല്ലപ്പാ, വിളിച്ചിട്ടില്ല. ഊട്ടല്ലേ ആ കുട്ടിക്ക് വേദനിച്ചുട്ടോ. ചേട്ടാ ചേട്ടാ, സോഡ. സോഡയാ? സോഡ. അതെന്താ, ഊട്ടിൽ നല്ല വെള്ളം കിട്ടില്ലേ? ഊട്ടിൽ അസല് വെള്ള. പിന്നെ ഇതിനെ സോഡ? ഈ സോഡ ഇങ്ങനെ ഒഴിച്ച് കുറേശ്ശെ 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 കുടിച്ച്. സോഡ? ആ സോഡ. സോഡ സോഡ. അപ്പൊ അതിന്റെ ആളാണല്ലേ? ഊട്ടിയിലെ ആണല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താഴെ കാര്യം ചെയ്യും, ആ വണ്ടിക്കകത്ത് തന്നെ പെട്ടി സാധനങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ട് വാ. അപ്പൊ സോഡ ഓടോ. ആ ചാവി 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 ചാവി. ഇയാളാള് ശരിയല്ലേട്ടാ. പിതാവിന്റെ ഓടക്കൊള്ളും പിടിച്ച് സൂത്രക്കാരൻ ഇവിടെ നിൽക്കല്ലേ? ദേ, ഞാനും ഈ കുരിശും തമ്മിൽ ചെറിയൊരു ഏർപ്പാടുണ്ട്. ബുദ്ധിമുട്ടാവില്ല? എന്താ? ആ അന്നേ, നീ കുളിക്കണില്ലേ? ഞാൻ നാളെ കുളിച്ചോളാം. അയ്യോ, എന്തൊരു തണുപ്പാ. എടേ, ഇന്ന് തിങ്കളാഴ്ചയാ, നീ കുളിക്കുന്ന ദിവസം. ഓ, ഊട്ടിയിൽ 2 ആഴ്ചയിലിരിക്കും മതി കുളിയൊക്കെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടാ? ബൈബിളിലാണോ ഖുറാനിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നിന്റെ ഈ പുറത്ത് അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് നീ ഒന്ന് മെലിഞ്ഞ് സുന്ദരിയാവാനല്ലേ ഞാനീ പറയണേ. നിങ്ങളെവിടേക്കാ? നല്ല ഐസ് പോലത്തെ ചൂടുവെള്ളമുണ്ട്, പോയി കുളിച്ചേ. ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കുളിച്ചോളാം. വേലൊക്കെ മാറിയിട്ട്. ഉവ്വാ. അവരെ ഈ തണുപ്പത്ത് കുളിപ്പിച്ച് പനിയൊന്നും വരുത്തി വെക്കണ്ട. അവര് രക്ഷപ്പെട്ടു, നമ്മളും. അതെ, വെള്ളത്തിന് നല്ല തണുപ്പാ. ഞാൻ ഇപ്പൊ പോയി നോക്കിയതാടി. ഇനി ഇപ്പൊ ഏതായാലും കുളിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആലോചിക്കാന്നേ. വേണ്ട, വയസ്സുകാലത്തൊരു ശൃംഗാരം. ഇവിടെ പാരുമില്ല, നല്ല സമയം. പണ്ടാറല്ലോ, അവര് പ്രകൃതി നീ കാണാൻ പോയിരിക്കില്ലടി. എന്ത് വല്ല ധർമ്മക്കാരാവും ഇല്ലടി? അല്ലല്ലോ. പിന്നെ വരാ മനസ്സിലായില്ല. ഞങ്ങൾ അടുത്ത പോർഷനിൽ താമസിക്കാമെന്നവരാ. ഹണിമൂണാ? അതെ, അതിന്റെ കീ നിങ്ങളുടെ താക്കോലിന്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ ഹണിമൂണിന്റെ കീ എങ്ങനെയാ ഞങ്ങളുടെ കയ്യിൽ വരിക? സീസർ പറഞ്ഞയച്ചതാ. സീസറോ? അതെ. അവൻ അങ്ങനെ പറഞ്ഞു? അവൻ ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞേ? അവൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. വിളിച്ചു ചോദിക്കാം. സീസർ,
സീസർ വരട്ടെ 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 ചോദിക്കാം. ആളെത്തിലോ? ഡാ, നീ ഇവരോട് നീ പറഞ്ഞോ? നീ എന്തോന്നും മിണ്ടാത്തെ? അയ്യോ, ഇദ്ദേഹമല്ല, വീടിന്റെ ആളാ. അയാളുടെ പേരും സീസർ എന്നാ. ഇതെന്തപ്പോ ഈ പട്ടിക്കും മനുഷ്യനൊക്കെ ഒരേ പേര്? അന്നെ ആ ചാവി എടുത്തിട്ട്. എന്താ പേര്? ക്രിസ്ത്യാനിയാണോന്നറിയാനാ. ഞാൻ ശ്രീരാമൻ. അപ്പൊ ഇത് സീരി ആയിരിക്കും അല്ലേ? അല്ല, ഇന്ദുലേഖ. ആ, എന്റെ പേര് പൗലോ. ഇത് അന്ന. എന്താ പിടിച്ചോ? ഇനി സമയം കളയണ്ട, പോയിക്കോ. വാ. എന്തൊരു ശേല അല്ലേടി എന്നെ കൊണ്ടുപോയില്ലേ നീ? നമ്മളെ പട്ടിണി കൊണ്ടുവരുന്നേ. വാ 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 വാ. എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ട്. കുട്ടികൾ ഇപ്പോഴാ വന്നത്. ഇത് ഉക്രു, എന്റെ ഇളയ സന്താന. അല്ലടാ മോനെ? ഹലോ. ഇത് കറിയാച്ചൻ, ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കുന്നത്. ഡോൺ ബോസ്കോ. ഇത് സോഫി. നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യും. TV ഓൺ ചെയ്താ വേണ്ട, നീ ഇപ്പൊ TV ഓൺ ചെയ്യണ്ടാ. ഇത് സീസർ, ക്രിസ്ത്യാനി പട്ടിയ. ഇത് ശ്രീരാമൻ ആൻഡ് ഇന്ദുലേഖ, ഹണിമൂൺ കപ്പിൾസ്. മതി 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 മതി. അന്നയെ പരിചയപ്പെടുന്ന കാര്യമില്ലല്ലോ. വലിയ തറവാട്ടുകാരിയാ, കൊളുവൻ. വീട്ടുപേരാ. പെരുങ്ങുളിവനല്ല, വാപ്പാലശ്ശേരി കുളുവൻ. പിന്നെ മൂത്ത ആങ്ങളെ അങ്ങ് അമേരിക്കയില്. അവരെ നമുക്ക് അമേരിക്കയിൽ തന്നെ കൂച്ചിടാം. ഇങ്ങോട്ട് കിട്ടിയിരിക്കണ്ട. നിങ്ങൾക്ക് അവനെ കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. ശ്രീരാമൻ എന്ത് ജോലി? അധ്യാപകന്, കോളേജില്. വാദ്യാര. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെന്ന് ചോദിക്കാം. സീതയ്ക്കോ? സീതയല്ല, ഇന്ദു. ജോലിയൊന്നും ആയിട്ടില്ല. വേണ്ട, എന്തിനാ വെറുതെ ജോലി ചെയ്യണേ? ഒരാൾക്ക് പോരെ ജോലി. എനിക്കിപ്പോ എന്താ ജോലി എന്നായിരിക്കും. അന്ന മേച്ചോർസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അതെന്റെയാ. ആനമാർക്ക് തീപ്പെട്ടി. കുന്നംകുളത്തുനിന്ന് വടക്കാഞ്ചേരിക്ക് പോകുമ്പോ റോഡിന്റെ വലതുവശത്ത് കാണാം അന്ന മാച്ച് വർക്ക്. എപ്പോഴെങ്കിലും ആ വഴിക്ക് വരുമ്പോ അവിടെ ഒന്ന് കേറുക. വിരുന്നുകാരെന്ന് പറഞ്ഞാ എന്റെ കുട്ടികൾക്ക് ജീവനാ. വേറൊന്നുകൊണ്ടല്ല, വിരുന്നുകാർ വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കൂലോ. അപ്പൊ ഇവർക്കും ഞഞ്ഞിട്ട് പൂശാം. അതന്നെ. എന്റെ കുഞ്ഞുങ്ങളായോണ്ട് ഞാൻ പറയല്ല, ഇത്രയും അനുസരണയും ഭക്തിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ, എന്താണ് ദോഷം വരുത്തിരിക്കാൻ എന്റെ സകല മൂടും പോയി. ശ്രീരാമ, നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് പോ. ഞാൻ പിന്നെ വരാം. ഇവരോട് നല്ല വർത്താനം പറയാം. നമ്മൾ അവരുടെ വീട്ടിലല്ലേ വന്നിരിക്കുന്നേ. അയ്യോ, ഞങ്ങൾ അറിയട്ടെ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ ഈ ബംഗ്ലാവിന് ഈ പിശാചുകൾ തീ വയ്ക്കും. മറ്റേ കാര്യം പറഞ്ഞില്ല. നിനക്ക് വിശക്കുണ്ടോ? അതല്ല, അവര് ആഹാരത്തിന് വിളിക്കുന്ന. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഉച്ചക്കല്ല, ഇന്നും. എന്നും? ഇന്ന് ഉച്ചയ്ക്കല്ല, എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. ചെല്ലു ചെല്ലി കളമാരൊക്കെ പോട്ടെ. ചെല്ലു 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 ചെല്ലു. എന്തെങ്കിലും നിന്റെ വല്ലതും പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ ചവിട്ട്. സോറി ഇട്ടാ. പണ്ട് പഠിക്കുന്ന കാലത്തും പിന്നെ കുട്ടികളുമായി ടൂറിന് വരുമ്പോഴും ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. സുന്ദരിയായ ഭാര്യയുമൊത്ത് ഇവിടെ ഇങ്ങനെ നടക്കുക. ലേശം പൈങ്കിളിയാണെങ്കിലും സംഭവം രസകരമല്ലേ? ഇന്ദുവിനറിയൂ, പെണ്ണ് കാണാൻ ഞാൻ വന്ന ദിവസം സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അമ്മയെ തൃപ്തിപ്പെടുത്താൻ ഒരു ചടങ്ങ് കൂടി, അത്രേ വിചാരിച്ചുള്ളൂ. കല്യാണത്തിന് സംഭവിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു. എന്റെ മനസ്സ് അമ്മയാണ് മാറ്റിയെടുത്തതെന്നാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ആഗ്രഹത്തെ അമ്മ എടുത്തോട്ടെ. മാത്രമല്ല, പെണ്ണിനെ കണ്ട് ഞാനങ്ങ് വീണു എന്നാരും പറയരുതല്ലോ. അല്ല ആളാ. നിങ്ങളെയൊക്കെ അന്വേഷിച്ച് എവിടെയൊക്കെ തിരക്കുന്നറിയോ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ലേ ഇവരൊക്കെ പിടിച്ച് നേരെ നിർത്തി. ശ്രീരാമനും സീതയും നടുക്ക് നിൽക്കട്ടെ. ഊട്ടി വന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിക്ക് വരുന്നേ? ശ്രീരാമൻ കൈ സീതയുടെ തോളത്തിട്ടോ? കുഴപ്പമില്ലേ? അന്നെ നിന്നിപ്പൊ കണ്ട സീതയുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്തൊരു സമയം. ഉക്രു, പിന്നെ നിക്കറും നേരെ ഇട്ടേ. ഒക്കെ പുറത്ത് കാണണ്ട. ഈ ചെക്കൻ്റെ വട്ടപ്പാലം തിരിയണേ. നേരെ അന്നെ ഒന്നുകൂടി ചേർന്ന് തന്നെ. നിന്നെ കൊള്ളില്ലടി.
അല്ലെങ്കിൽ വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ ക്യാപ്പ് എടുത്തില്ല. ഓ സോറി. അതല്ല, ക്യാമറയുടെ ക്യാപ്പ്. എന്തിനത്? കളിയാക്കാരുടെ ദൈവം ശിക്ഷിക്കും. പുതിയ ക്യാമറ ആയിരുന്നു. അല്ല, അങ്ങള് നീന്താൻ അറിയോ? അത് ഞാൻ നീന്തലൊന്നും അറിയത്തില്ല. കൈ കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്. എന്റെ ക്യാമറ എന്ത്? ക്യാമറ നിന്റെ അപ്പൻ. ആരെങ്കിലും എന്റെ കൈ ഒന്ന് പിടിച്ചേ സ്നേഹിത. എന്റെ കർത്താവേ, എന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അല്ലാണ്ട് വീഴാൻ വഴിയില്ലല്ലോ. സാർ, എന്നെ അടിച്ച സാർ? ഇതേതാ ഈ ശവം? തന്നിലേതാവത് വെറുതെടിച്ച സാർ? തന്നെ അടിച്ച് നിന്റെ അപ്പനുണ്ടാ? സാറേ, ഞാൻ മുങ്ങൽ വിദഗ്ധനാ. വെള്ളത്തിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും. ദൈവം കാണിച്ചെന്ന ആളടി. നീ മുങ്ങോ? മുങ്ങും. അതിലല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഒരു ക്യാമറ വീണിട്ടുണ്ട്, മുങ്ങിയെടുത്ത് തരുമോ? പിന്നെ ക്യാമറ അല്ല, ശവത്തെ വേണമെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും. ശവം വേണ്ട, ക്യാമറ മതി. അഡ്വാൻസ് വേണം. അഡ്വാൻസ് അവസാനം തന്ന അഡ്വാൻസ് ഫസ്റ്റിൽ വേണം. കൊടുക്കണേ. എത്രയാ? 100 രൂപ. 100 രൂപ? അത് വളരെ കൂടുതലാണോ? ഇതാ, ഇത് 50 രൂപയുണ്ട്. ബാക്കി ഞാൻ പൊങ്ങുമ്പോ തരാം. മുങ്ങിക്കോ. എന്തേ? ചെല്ലു. ഞാൻ പറഞ്ഞു ശരിയല്ലേ? തണുത്തിട്ട് നിക്കാൻ പറ്റില്ലെന്നേ. ഉള്ളതുകൊണ്ട് കിട്ടാതെ ഒരു മനുഷ്യന് വേണ്ടിയിലേക്ക് ഇന്ന് വരെ മുങ്ങിയില്ലാന്. ഇത് നാട്ടുകാരായി പോയില്ലേ? ഇത് ചെയ്യും. അന്നെ ഇയാളെന്താ ചാവാൻ പോണോ? ഞാൻ പിന്നാക്കം ചാടി, ഇയാളും മുന്നാക്കം ചാടിയല്ലേ? എടുക്കനാ ചത്തത്. ഈശോ, കാണുന്നില്ലല്ലോ. മുങ്ങിയോ? അതിപ്പോ നമ്മൾ കണ്ടതല്ലേ? അതല്ലെന്ന്, ക്യാമറയുമായി മുങ്ങിയോന്ന്. മുങ്ങൽ വിദഗ്ധനല്ലേ? പിടിച്ച് കടിച്ച് ചത്തു പോകുന്നു. എടി, എന്നെ ഇങ്ങോട്ട് വരാൻ. എന്താ എന്നെ ഇവിടെ വരാൻ? എന്താ ഉണ്ടായി? എനിക്കിപ്പോ രണ്ടാണെന്ന് പറയണം. വാറ കൊടുക്കുന്ന അവനോ ഞാനോ? കാര്യം പറ. എന്തായാലും ആന ഇവിടെ തോക്ക പ്രശ്നമാക്കണ്ട. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഒന്നും വേണ്ട, എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറയായി. തണുപ്പത്തിങ്ങനെ പുറത്തൊക്കെ നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചിട്ടല്ലേ. ഞാനും കൂടെ വരാം. വേണ്ട, താനോട് നിൽക്ക്. എന്തിട്ട് പേടിയോ? എന്തേ? ശ്രീരാമനോട് വന്നേ. ഒന്നും ഉണ്ടായിട്ടില്ല, തനിക്കൊരു കൂട്ട്. കണ്ണൂടെ വിചാരിക്കുന്നു. ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോവാണോ? നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങൾ ഇടാ അങ്ങനെ പോവാൻ. ഇതിന് മക്കളെ പ്രാർത്ഥിക്കട്ടാ. ഇതിനു മുമ്പ് നിനക്കനെ കൊന്നിട്ടുണ്ടോ ചങ്ങാതി? എവിടെയാണ് അവൻ? ആര്? നിന്റെ അളിയനാ? അതെവിടെയെന്ന് നോക്കാൻ. പട്ടിയുടെ മോനെ. എടാ, അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണത്. എവിടെ ഓനെവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക്, ആരെ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? വീട്ടിൽ കയറിയിട്ടാണ് കേട്ടവൻ. അടിക്ക് എവിടെ? തലേന്ന് മുമ്പനെ തൊപ്പി പോയി. അന്നലെ ഇതൊക്കെ നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ ലൈറ്റ് കളഞ്ഞു. അതിന് ഞാൻ
അടിക്കടോ. മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരെ മിസ്? ഇതെന്താ എന്റെ നെഞ്ചിക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നു. അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈ പറഞ്ഞ ഒന്നും പറഞ്ഞു പെട്ടെന്ന് വടിയതേ. ഇതാ വരുന്ന പോയത് പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. വരുന്നു. നീ വരുന്നു. അതെ, എനിക്ക് കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? ബൊബ്ബാലി ചത്തു. ബൊബ്ബാലി ചത്തു. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാം. അന്നോട് ഇരിക്കട്ടാ. ക്യാമറ. ഇതിനെന്താ വില? നിക്കടോടെ എന്താ വില ഇതിന്? 350 റുപ്യ. ഈ പഴയ ക്യാമറയ്ക്ക്? അതെ, പുതിയ 1000 റുപ്യ കൊടുക്കണ്ടേ? ഇതിന് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. ഇതിലോ? അതെ. അപ്പൊ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടല്ല കളറും കിട്ടൂല. താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ. എനിക്കങ്ങനെ തർക്കിച്ചിക്കാനല്ല. എന്താ തനിക്ക് ബാങ്കിൽ വല്ല പണി? ബാങ്കിലെ പണിയല്ല. ഇത് മാത്രല്ല, അനവധി സാധനങ്ങൾ വേറെയും കൊണ്ട് വിൽക്കാനുള്ളതാ. ഇതുപോലൊരു ക്യാമറ എന്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ഇവിടെ നിൽക്കേ. ഇതിന്റെ ശരിയായിട്ടുള്ള വില എന്താ? 300 റുപ്യ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 250 രൂപ വരട്ടെ. ഇതിന്റെ പകുതി തരാം. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ പകുതി തായോ. ക്യാമറ കൊണ്ടോട്ട് വേറെ പണിയുണ്ട് ഇവിടെ. ക്യാമറ നിക്ക് 5 വരെ എണ്ണുന്നതിനകത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരും. വണ്ടി കേറിയ പിന്നെ ഞാൻ ഇറങ്ങില്ല. ഇറങ്ങണ്ട. അല്ല, ഈ 5 എന്നുള്ളത് 10 പേരാക്കിക്കൂടെ? അപ്പൊ വെറുതെ അല്ല, അതിനിടക്ക് വേറെ ആരും വന്നാലോ? 1 2. ഹലോ, എന്നെ വിളിച്ചു. ക്യാമറ എന്നെ വിളിച്ചു വന്ന്. ആര്? ഞാൻ ക്യാമറ വിളിച്ചതാ. ഹലോ, ആർക്കും വാങ്ങ. ഹലോ സാറേ, നഷ്ടാണ്, എന്നാലും വേണ്ടില്ല, കാശ് കൊടു. ഈ ക്യാമറയുടെ കവർ അവിടെ പോയി. കവറോ? മുങ്ങിക്കിട്ട സാധനത്തിന് കവറും കോപ്പൊക്കെ ഉണ്ടാവോ? മുങ്ങിക്കിട്ട് പിന്നല്ലാതെ കസ്റ്റംസിനെ കണ്ട് കള്ളക്കടത്തിന് കടലിൽ താത്ത സാധനമാണിത്. ഞാൻ ഇതിന് കവർ എടുത്തു കൊടുക്കാൻ. അന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്യാമറ തന്നെ കിട്ടി. എന്താ ഈ ഊട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ക്യാമറ വളരെ ചീപ്പാണ്. ഇതൊന്ന് പിടിച്ചേ. പപ്പ ഇതൊന്ന് കെട്ടട്ടെ. ഇതൊന്നും പപ്പയ്ക്കൊരു പ്രശ്നമല്ല. വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇതുമ്മ വന്നോളാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലാകേനെയോ വിചാരിക്കാം. അത് തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇന്നേനല്ലേ പള്ളിക്കൊക്കെ പോയിട്ടുള്ളത്. പറഞ്ഞിട്ട് വണ്ടി വിട്ടാൽ മതി കേട്ടോ. റെഡി. എന്റെ അമ്മേ, എന്റെ കയ്യിൽ പോയില്ലേ? കയ്യിലെടുക്കട്ടെ. വണ്ടി നിർത്താൻ കുഴിക്ക് പോകും. ഈ അന്നെ വണ്ടി നിർത്താൻ പറയാനും പോളും. വണ്ടി നിർത്താൻ ഉപ്പു. വണ്ടിക്ക് സ്പീഡ് കൂട്ടി നിന്റെ പപ്പ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? മായി കഷ്ടപ്പെട്ടു.
ഒന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയ മകൾ കർത്താവേ. അങ്ങനെ വേറെ കൊഞ്ചം കൊടുക്കേ. ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പോലീസ് പിടിച്ചു തന്നെ. ഞാനിവിടെ മരണവരാക്കി നിർത്തോ. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ഞാൻ പോയില്ല എന്റെ കയ്യിൽ നിന്ന്. എന്റെ അമ്മ. ഞാൻ ചത്തിട്ട് വേണം നിനക്കും മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ. സ്വന്തം ഭർത്താവ് മരിക്കാൻ പോകുമ്പോ കൈയടിച്ചിരിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണാം. വണ്ടിക്ക് സ്പീഡ് വിട്ടു. എന്തിനാ? എന്റെ ശവം പള്ളി കൊണ്ട് കൂച്ചലാണ്. ഇത്രയും മനസ്സ് വിഷമിച്ച ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ വെറുതെ വിടില്ല. എന്താ നീയൊന്നും മിണ്ടാത്തെ? കൊടിയേറ്റിയ തറവാട്ടുകാരല്ലേ? വെറും കൊളുവനല്ല, പാത്താളിശ്ശേരി കൊളുവൻ. മൂത്ത ജ്യേഷ്ഠൻ അമേരിക്കയിൽ നിന്ന് ഇച്ചായനെ കൊണ്ടുപോവാ. എന്തിനാ? ന്യൂജേഴ്സിൽ ഇട്ടിട്ട് എന്നെ തട്ടാനാ? ഇത് ഞാൻ വെറുതെ വിടില്ല. ലോസ് ആഞ്ചൽസ്, ടെക്സാസ്, ന്യൂയോർക്ക്, ഡിസ്നി പാർക്ക്, അവന്റെ അമ്മയുടെ എന്റെ അമ്മേ, ഇത്രയും വേദനിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ എല്ലാം കയ്യാക്കും. ഞാൻ ആവശ്യമായിട്ടല്ല ഡി. വേളാങ്കണ്ണി പോണം. എന്തിനാ? ആ പാവം മാധവൻ അവിടെ നിന്ന് ഓടിക്കാനോ? എന്റെ കാറിൽ എന്റെ കൂടെ വന്ന് ഇടപ്പള്ളി പുണ്യാളിൽ മെയിൽ എത്തിച്ചത് എന്നെ കൊല്ലാനാടി. ഇത്രയും മനസ്സുപിടിപ്പിച്ചിട്ട് ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഒന്നും വിടില്ല. പൗലോസേ, ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് കരുതിയോ? കുറെ നേരം ആയില്ല കിടന്ന് വീശാൻ തുടങ്ങിയിട്ട്. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വിഷമിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ലത്രേ. സത്യായിട്ടടി. എന്തിനാടോ മനുഷ്യ ഈ കള്ളത്തിനും കൊണ്ട് കിടക്കുന്നേ? കുടിക്കണമെന്ന് വെച്ചാൽ അവന് പറഞ്ഞാ പോരെ. ഇപ്പൊ കിടന്ന് വിളിച്ചു മൂവിയല്ലോ. ഞാൻ വെറും കൊളുവനല്ലെന്ന്. അല്ല, ഞാൻ വെറും കൊളുവനല്ല. വാപ്പാലശ്ശേരി കൊളുവൻ ഗർവാസീസിന്റെ മകൾ അന്ന. മനസ്സിലായോ? ഏതായാലും കള്ളി വലിച്ചത്തായി വരുന്നത് വരട്ടെ.